നമ്മുടെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്, എൻ്റെ മകളെ പോലെയാണ്, സ്വന്തം പെങ്ങളാണ് ഞാൻ അങ്ങനെ. അപ്പം ഒരാൾക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഇഷ്ടത്തെ അയ്യോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ അവരെ ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പൊ ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞു വെക്കും. പിറ്റേ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ. എല്ലാ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, അതെന്തിനാണ് അങ്ങനെ ഡെയിലി വിളിച്ച് ഒരാളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കേണ്ടത്? പിന്നെ നമ്മൾ എടുക്കാതാവും കോള്, ശല്യമായി മാറും. ചിലപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കളയും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ കുളിക്കാൻ കയറുന്ന ടൈമായിരിക്കും വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് ടെക്നിക്കലി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആങ്ങളെ കാണുന്ന പോലെ എനിക്ക് വേറൊരു ആളെ എൻ്റെ സ്വന്തം ബ്രദറായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എനിക്ക് എൻ്റെ മകനെ പോലെ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അതിനുശേഷം ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയി കുറേ. ബിഗ് ബോസിന് അത് വേറൊരു ലൈഫാടാ. ഇപ്പൊ കൊറോണ വന്നു, നമ്മുടെ വീട്ടില് TV ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. കള്ളുകുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല, റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കടകളിൽ പോകാൻ പറ്റുന്നില്ല. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്. ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയി. ഇതൊന്നുമില്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത 16 പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത്. നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ 40ാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഫേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നും ഇതായിരിക്കില്ല. ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് മനസ്സിലാവണുണ്ട് എൻ്റെ തലയിലെ സ്ക്രൂ കഴിഞ്ഞ് വീഴുന്നത്. സീരിയസ്ലി ഞാൻ ഇങ്ങനെ. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ബെർണാച്ചനെ കാണാൻ പറ്റില്ല. ദൈവം എനിക്ക് അവന്റെ കൈയൊന്ന് അതിന്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ. കാരണം അപ്പൊ ചോദിക്കും നീ എന്തിനാ പോയെന്ന് ചോദിക്കും. ഞാൻ ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇന്നും ബെർണാച്ചനെ സ്കൂളിൽ പോയപ്പോ ഞാൻ ടോയ്ലറ്റിലിരുന്ന് കുറെ കരഞ്ഞു. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് അവിടെ നിന്ന് പോരും, എനിക്കിന്ന് അവനെ കാണാൻ പറ്റില്ല. സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോ ഇനി ഞാൻ 10-15 ദിവസം കഴിയുമ്പോഴേ ടിഷ്യൂ തരും. സീരിയസ്ലി അല്ല, ഇത് കണക്കിലാക്കണ്ട. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു. അതല്ല അതിന്റെ ഫീല്. അവന് സ്കൂളിൽ പോയി എനിക്ക് അവനെ ഡെയിലി കാണാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും ഞാൻ അവൻ വരുമ്പോ, അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങണത്. ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല. ഇപ്പൊ ഞാൻ പോകുമല്ലോ. അപ്പൊ എനിക്ക് അവൻ പോകുമ്പോ ഒരു തിങ്ങലാണ്. ഇതിന്റെ 100 ഇരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത്. അവിടെ വെച്ചിട്ടാണ് ഈവൻ ഫുക്രു, ഞാൻ പറഞ്ഞത് സത്യമാണ്, അവിടെ വെച്ചിട്ട് എനിക്ക് ബെർണാച്ചനായോ എന്നുള്ളതല്ല, ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബെർണാച്ചൻ എന്നെ ഡി മഞ്ജു പത്രോസ എന്നൊക്കെ പറഞ്ഞ് എന്റെ മോൻ വന്ന് വിളിക്കും. അതുപോലെയൊക്കെ ബെർണാച്ചൻ ഹലോ, അതുപോലെ ഇവൻ ഫുക്രപ്പം വന്നിട്ട് ഡി മഞ്ജു പത്രോസ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നും. അതുപോലെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നലെ ബെർണാച്ചൻ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു കഷ്ണം ഞണ്ടെടുത്ത് എനിക്ക് തന്നു. എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞോണ്ടാ. അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇവൻ അവന്റെ ചിക്കൻ പീസ് എനിക്ക് എന്റെ പപ്പടം എടുത്തോണ്ട് പോവുക. അവൻ അതാ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ബെർണാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട്. അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും, ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ദയക്കും കേൾക്കുകയാണെങ്കിൽ ദയക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ദയ അപ്പം അതിനകത്ത് ചോദിച്ചു എന്താണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്നവളാണോ എന്നൊക്കെ ചോദിച്ചു. ദയനോട് പറയണ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറിയതൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പം പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ദയക്ക് അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല പുറത്ത്. പിന്നെ
നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോന്ന് ചെയ്യല്ലേ. അപ്പൊ ദയാതെ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. എനിക്ക് പ്രശ്നമില്ല. സീരിയസ്ലി നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വെറുതെ പത്രാസ് അടിക്കല്ലേ എന്റെ മഞ്ജു. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെന്താണാവോ? ചിലപ്പോ ഒരു മഞ്ജു പത്രോസ് അതായിരിക്കും, ഒരു പ്രാസത്തിന് വേണ്ടി പറഞ്ഞായിരിക്കും. പാവം, പോട്ടെ, ക്ഷമിച്ച്. അതൊക്കെ ഒന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ, അത് നല്ലതാട്ടോ. വരും കാലത്തെ ലളിതാമ്മ. ഓക്കെ, എന്താ മഞ്ജു ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടാതെ? എന്റെ കർത്താവേ, അങ്ങനെ ഒന്ന് ചോദിക്കല്ലേ. ഞാൻ അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നാഷണൽ അവാർഡ് കിട്ടാൻ പാകത്തിനൊന്നുമുള്ള അങ്ങനെ ഒരു നല്ല ക്യാരക്ടറോ. അതെന്താ അറിയോ, ഇപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരാണ്. പക്ഷെ ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്ന് അഭിനയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കിപ്പോ ചിലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആർക്കാണെങ്കിലും ഇപ്പൊ ലളിതാമ്മ ചെയ്ത പോലെയുള്ള നല്ല ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. എനിക്കിതിപ്പോ ഒരവസരം കിട്ടിയാലല്ലേ എനിക്കിത് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ ഇത് എഴുതുന്ന ആളുകൾക്ക് നമ്മളിൽ അത്ര വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് തരില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ കഥാപാത്രങ്ങൾ ജനിക്കുന്നുണ്ടാവില്ല. പിന്നെ ഒരെണ്ണം ജനിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളിലേക്ക് പോവായിരിക്കും. അപ്പോൾ എപ്പോ ചെയ്യുന്നോ വിധി ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ബോണസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലർ പറയും അവള് പഴയ കാലം മറന്നുപോയെന്ന്. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാനത് മറക്കില്ല. അപ്പോൾ ഇല്ലില്ല, എനിക്ക് കരച്ചിൽ വരാറില്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ കരയാറില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന മഞ്ജു ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, വീട് വെക്കുന്നുണ്ട്, എൻ്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല, എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ.